നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് നെഞ്ചുറപ്പോടെ പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നതാണ് രാജ്യവും കേരളവും ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ പുറത്തിറക്കിയ 46 പേജുള്ള പ്രകടന പത്രികയിൽ പരതി നോക്കിയാൽ പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്ക് കണ്ടെത്താനാകില്ല. മോദി സർക്കാർ വിഭജനത്തിലൂടെ വോട്ട് നേടാം എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത് CPIM-ഉം CPI-യും ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രകടന പത്രികയിൽ പ്രധാന ഘടകമായി ഉൾപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് മാത്രം ഈ വിഷയത്തിൽ മൗനം തുടരുന്നതെന്ത്? ഈ വിഷയമാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. പ്രകടനത്തിനുമില്ല, പത്രികയിലുമില്ല. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് അഡ്വക്കേറ്റ് A. സമ്പത്ത്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, BJP നേതാവ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് എന്നിവരാണ്. സ്വാഗതം ചർച്ചയിലേക്ക്. ഈ ചർച്ച തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഇന്ന് വിഷയം കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള മൗനം തുടരുന്നതിനെക്കുറിച്ചാണ്. വസന്ത് സിറിയക്കിലേക്ക് പോകുമ്പോൾ, വസന്ത്, ഇന്ന് ഈ ചർച്ച ഈ കോൺഗ്രസ് പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ പ്രകടന പത്രിക എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കൗതുകം തോന്നിയ ഒരു കാര്യം താങ്കളെ എടുത്ത് കാണിക്കാം. കാരണം ഈ പ്രകടന പത്രികയുടെ ഈ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നിൽക്കുന്ന ആ മുഖപേജിൽ അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രകടനത്തിൻ്റെ ദൃശ്യമാണ്. അതിൽ പാറിപ്പറക്കുന്ന ത്രിവർണ്ണ പതാകയുടെ ചിത്രങ്ങളുമാണ് കാണുന്നത്. ഒരു കൊടി ഏന്തുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്രം ഏന്തുക എന്നുള്ളതാണ്, ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. താങ്കളുടെ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങൾ തങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇത്തവണത്തെ പ്രകടനങ്ങളിൽ, റാലികളിൽ ഒരു കൊടിയും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് ഈ സാഹചര്യത്തിൽ ഓർമ്മ വരുന്നത്. അത് ഞാൻ ഈ സാന്ദർഭികമായി ഒന്ന് ചൂണ്ടിക്കാട്ടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വിഷയം ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ ആ പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ അവിടെ പ്രദർശിപ്പിച്ച ബോർഡുകളിലാകെ CAA പൗരത്വ നിയമ ഭേദഗതി എടുത്തു കളയും എന്ന് പറയുന്ന തരത്തിൽ ആ ബോർഡുകളിലുണ്ട്. പക്ഷേ ആ പ്രകടന പത്രിക 46 പേജുള്ള പ്രകടന പത്രികയിൽ ഒരിടത്ത് പോലും പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യും എന്ന് പറയുന്നില്ല. അതിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത് 8ാമത്തെ പേജിൽ ഉണ്ട് എന്നുള്ളതാണ്. 8ാമത്തെ പേജിൽ പരതി നോക്കി, പക്ഷേ അങ്ങനെ ഒരു സംഭവം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവിടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളടക്കം രാജ്യത്തെ ജനങ്ങളൊന്നടക്കം ആശങ്കാകുലരായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത്. അത് BJP കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. അവർ അതിലൂടെ എങ്ങനെയാണ് വോട്ട് നേടാൻ പോകുന്നതിനെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഈ മൗനം തുടരുന്നെന്നുള്ള ചോദ്യം ഇപ്പോഴും മുഴങ്ങിത്തന്നെ കേൾക്കുകയാണ്. വസന്ത് സിറിയക്. അല്ല, യാതൊരു മൗനവും ഇല്ലല്ലോ. അങ്ങേപോലെ ഇത്ര സീനിയർ ആയ ഒരു ജേർണലിസ്റ്റ് ഇതിനെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എനിക്ക് ആശങ്ക തോന്നുകയാണ്. നോക്കൂ, 8ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നു, ആർട്ടിക്കിൾ 15 തൊട്ട് 13 വരെ ഉള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 15 തൊട്ട് 30 വരെയുള്ള വിവിധ നിയമങ്ങളെ, വിവിധ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളുകളെ കവച്ചു വെക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയ സകല നിയമങ്ങളും എടുത്ത് അറബിക്കടലിൽ ഇടും എന്ന് വ്യക്തമായാണ് പറയുന്നത്. എന്തിനാണ് CAA എന്നുള്ള ഏക വാക്കിൽ നിങ്ങൾ കടിച്ചു തൂങ്ങുന്നത്? CAA എന്ന ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് മാത്രം അത് പൂർണ്ണമായി തീരുമോ? ഇല്ല. ഗുജറാത്തിൽ അമിത്ഷായുടെ ഒരു പ്രസംഗമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ക്രൊണോളജി സാംശിയെ എന്നാണ് ആ പ്രസംഗത്തിൽ പറയുന്നത്. അതായത് CAA-യുമായി ബന്ധപ്പെട്ട് അമിത്ഷാ പ്രസംഗിക്കുന്നത് പോലും ക്രൊണോളജി സാംശി, ആ ക്രൊണോളജിയുടെ തുടക്കമാണ് CAA. അത് NCR-ിലൂടെ NPR-ൽ വന്നേ അവസാനിക്കുമെന്ന് അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ CAA മാത്രം ഉൾപ്പെടുത്തിയ CPM-നോടും CPI-യോടും ഞങ്ങൾ ചോദിക്കുകയാണ്, നോക്കൂ, നിങ്ങൾ എന്താണ് CAA മാത്രം ഉൾപ്പെടുത്തിയത്? NCR-ഉം NPR-ഉം നിങ്ങൾ എതിർക്കില്ലേ? അതിനെ നിങ്ങൾ അറബിക്കടലിൽ എറിയില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയായും ഈ ചോദ്യം. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 15 കൃത്യമായി പറയുന്നു, ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരാൾക്ക് മതത്തിന്റെ പേരിൽ യാതൊരു ഡിസ്ക്രിമിനേഷൻസും അനുവദിച്ചു കൊടുക്കില്ല. മതത്തിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് CAA തൊട്ട് NCR-ഉം NPR-ഉം എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി CAA-യും NCR-ഉം NPR-ഉമായി ബന്ധപ്പെട്ട് ആ ഒറ്റ പോയിന്റിൽ ജനറലൈസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രകടന പത്രിക, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പറയുന്നുണ്ട്. ഇനി 10ാമത്തെ പേജിലേക്ക് വരൂ. 10ാമത്തെ പേജിൽ ഇതാണ് അത് പറയുന്നത്, റിവേഴ്സിംഗ് ദ ഡാമേജ്. അതായത് കഴിഞ്ഞ 10, അതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങേക്ക് വായിക്കാമല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മേലും ഇന്ത്യൻ ജനാധിപത്യത്തിന് മേലും നടത്തിയിട്ടുള്ള സംഘപരിവാർ കടന്നുകയറ്റം ഇന്ത്യയുടെ മതേതര നിലപാടിനെ, മതേതര സത്വത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്.
അങ്ങനെ തകർത്തു കളഞ്ഞ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ എല്ലാ നടപടികളെയും റിവൈസ് ചെയ്യും, തിരിച്ചു വിളിക്കപ്പെടും, മാറ്റി എഴുതപ്പെടും, തിരിച്ചു ചേർക്കപ്പെടും എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിൽ CA എന്നുള്ളൊരു വാക്ക് വേണം, NPR എന്നൊരു വാക്ക് വേണം, CIA അല്ലെങ്കിൽ CMA എന്നൊരു വാക്ക് വേണം എന്ന് പറഞ്ഞ് എന്തിനാണ് വാശി പിടിക്കുന്നത്? അഡ്വക്കേറ്റ് വസന്ത്, അത് കൃത്യമായിട്ട്, അതായത് ഇവിടെ മറ്റൊരു വിഷയം നിൽക്കുകയാണ്. താങ്കൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് CA എന്നൊരു വാക്ക് എന്തിനു വേണം? വാക്ക് വേണം. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന ഒറ്റ പ്രശ്നത്തിലാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതിയുടെ അടി കിട്ടിയതിന്റെ പിറ്റേന്ന് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയാണ് സർക്കാർ. വളരെ കോൺക്രീറ്റ് ആയിട്ടൊരു കാര്യം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. അയോധ്യ വിഷയം അവർ കൊണ്ടുവന്നു, അയോധ്യ പ്രശ്നം കൊണ്ടുവരുന്നു, സിവിൽ കോഡ് കൊണ്ടുവരുന്നു. ഇതെല്ലാം അതാത് പദങ്ങൾ വളരെ പ്രശ്നമാണ്. അഡ്വക്കേറ്റ് വസന്ത്, ഇവിടെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞല്ലോ. എന്താണ് നിങ്ങളുടെ നേതാവ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ദില്ലിയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത്? അത് ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ്, അങ്ങനെ പഠിച്ചിട്ട് പറയേണ്ട വിഷയമാണോ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്? ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഏറ്റവും വലിയ വിഷയം പൗരത്വ ഭേദഗതി നിയമമാണ്. ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യുമെന്ന് ഉറപ്പോട് പറയാൻ കഴിയാത്തത് എന്താണ്? അവിടെ വേഗമായി ആർട്ടിക്കിൾ 15, 16, 30 എന്ന് പറയുന്നത് സാധാരണക്കാർ വായിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിയിലെ അണികൾ പോലും വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവരെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുമോ? ഏതൊരു സാധാരണക്കാരനും വളരെ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം. CAA എന്ന് പറയുന്ന വാക്ക്, CAA എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഇന്ത്യയിലെ ഏതൊരു കുഞ്ഞിനും അറിയാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ആർട്ടിക്കിൾ 15 പറയുന്നു അതെല്ലാം ഇങ്ങനെ വേഗം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഖാർഗെക്ക് പറയാൻ കഴിയുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം. അതൊരു പദം ഒരു പ്രശ്നമാണ്. അഡ്വക്കേറ്റ് വസന്ത്, അങ്ങൊന്ന് വെയിറ്റ് ചെയ്യാമോ? വെയിറ്റ് ചെയ്യാമോ? चाहे कुछ भी हो जाए, चाहे कुछ भी हो जाए, CA അടക്കമുള്ള കരിനിയമങ്ങൾ എടുത്ത് അറബിക്കടലിൽ തള്ളുമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന വീഡിയോയാണ്, ബൈറ്റാണ് ഞാൻ കാണിച്ചത്. ഈ ചർച്ചയ്ക്ക് ശേഷം അങ്ങേക്ക് അത് അയച്ചു തരികയും ചെയ്യാം. ഇതിനകത്തുള്ള പ്രശ്നം, ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. നിങ്ങൾ എന്തിനാണ് അവ്യക്തമായി ഈ ന്യൂനപക്ഷങ്ങൾ, മതനിരപേക്ഷ, ഈ അവ്യക്തമായ കാര്യങ്ങൾ പറയാതെ ഷാർപ്പായി പറയൂ, ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം എടുത്ത് കടലിൽ കളയുന്നു അല്ലെങ്കിൽ റദ്ദ് ചെയ്യുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിലെ 46 പേജ് വരുന്ന ഒരിടത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയാത്തതെന്നാണ്. അത് ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നതല്ല, രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നിങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി BJPക്കെതിരായി മുന്നോട്ട് വെക്കുന്ന എന്ത് മുദ്രാവാക്യമാണ്, എന്ത് നിലപാടാണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഇന്നവർ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് വിഭജന രാഷ്ട്രീയത്തിൻ്റെതാണ്. ആ വിഭജന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഈ CA എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ എങ്ങനെ തടയുന്നു എന്നുള്ള ചോദ്യം, നിയമപരമായി നിങ്ങൾ റദ്ദാക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാണ് മടിക്കുന്നത്? അതാണ് ചോദ്യം. വളരെ ഷാർപ്പായി രാഹുൽ ഗാന്ധി പറയുന്ന വീഡിയോ ബൈറ്റാണ് അങ്ങേ ഞാൻ കാണിച്ചത്. നിങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടോ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എന്തിനാണ് നിങ്ങളുടെ AICC അധ്യക്ഷൻ പഠിച്ചിട്ട് നാളെ പറയാമെന്ന് ലാഘവത്തോട് ചിരിച്ചുകൊണ്ട് പോവുകയാണ്. ആ ചിരി ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളോടാണ്, ഇവിടുത്തെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരോടാണ്, ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തോടാണ്. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന് നിങ്ങളുടെ ആ പരിപാടിക്കിടയിൽ നിങ്ങൾ ബോർഡിൽ ഈ പേരുണ്ട്, നിങ്ങൾ വച്ചിട്ടുണ്ട്, അത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രകാശനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ബോർഡുകളിൽ അവിടെ ആ പരിപാടി നടക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട് പൗരത്വ ഭേദഗതി CAA റദ്ദ് ചെയ്യുമെന്നുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രകടന പത്രിക? അത് തന്നെയാണ് ചോദ്യം. അല്ലല്ല, CPM-നെ പോലെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ CPM-ഉം CPI പോലെ 2 3 സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് ആകെപ്പാടെ 10 പേജുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയാൽ മതി. ഞങ്ങൾക്ക് CA അഡ്രസ് ചെയ്ത് ചെയ്യണം. CA മാത്രം അഡ്രസ് ചെയ്താൽ പോരാ, ആർട്ടിക്കിൾ കാശ്മീരുമായി ബന്ധപ്പെട്ട നിയമം അഡ്രസ് ചെയ്യണം. ഇതിലുണ്ടോ? ഈ പ്രകടന പത്രികയിലുണ്ടോ കാശ്മീർ? ഈ പ്രകടന പത്രികയിലുണ്ടോ? ഞാൻ വായിച്ചിട്ട് കണ്ടില്ല കാശ്മീരുമായി ബന്ധപ്പെട്ടത്. അല്ല, അങ്ങനെ പറയാൻ അനുവദിക്കണം. റിവൈസിംഗ് ദ ഡാമേജ്, അതായത് ഉണ്ടായ നഷ്ടങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞാൽ അതിൽ ഇന്ന വാക്കില്ല എന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആകെ CPM, നിങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ല, CPM എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? എന്നിട്ട് ആ CPM പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്ന CA എടുത്ത് പുറത്തു കളയും. എങ്ങനെ അധികാരത്തിൽ വരും? 543 സീറ്റിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ 50 സീറ്റിൽ പോലും മത്സരിക്കുന്നില്ല.
രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ് ദേശീയ പാർട്ടി പദവി പോകാതിരിക്കാൻ വേണ്ടി ഒരു സീറ്റ് അഡ്വക്കേറ്റ് വസന്ത് 50 സീറ്റായാലും 2 സംസ്ഥാനത്തായാലും 3 സംസ്ഥാനത്തായാലും നിലപാടാണ്. മതനിരപേക്ഷ നിലപാട് തന്നെയാണ്. ജനങ്ങളോടുള്ള താല്പര്യം തന്നെയാണ്. ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ഡോക്ടർ സമ്പത്ത് CPM നേതാവ് കൂടി ചേർന്നിട്ടുണ്ട്. ഡോക്ടർ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ വിഷയം ചർച്ച ചെയ്യുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടാത്ത കാര്യമാണ്. അദ്ദേഹം കോൺഗ്രസ് നേതാവ് പറയുന്നത് അത് ഞങ്ങൾ 8ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് തന്നെയാണ്. 8ാമത്തെ പേജിൽ പറഞ്ഞ് അങ്ങനെ ലാഘവത്തോടെ പറഞ്ഞു പോവുകയാണ്. അത് ഞങ്ങൾ ആർട്ടിക്കിൾ 15, 16, 17 പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, ഇത്രയും കാലമായി ഈ സംഘപരിവാർ മോദി സർക്കാർ ഉണ്ടാക്കിയ എല്ലാ ഡാമേജുകളും നികത്തുമെന്നുള്ളത്. ഈ ഡാമേജ് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഇടയാക്കിയത് ആരാണ്? ആ ഡാമേജിനെ കുറിച്ച് നമുക്ക് വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ പ്രകടന പത്രികയിൽ ഇപ്പോഴും ഇവർ മിണ്ടാത്തം പാലിക്കുകയാണ്. അവരുടെ നിലപാടില്ലായ്മയല്ല, നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിന് സംഘപരിവാർ മനസ്സ് രൂപപ്പെട്ടു. അതുതന്നെയല്ലേ ഈ പ്രകടന പത്രികയിലൂടെ അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്? ഡോക്ടർ സമ്പത്ത്, ഞാൻ ഈ ചർച്ചയിൽ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ താങ്കൾ അഡ്വക്കേറ്റ് വസന്തിനെ ഇങ്ങനെ ഈ ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രകോപനപരമായി തോന്നുന്ന നിലയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഐ തിങ്ക് ഹി സീംസ് ടു ബി അജിറ്റേറ്റഡ് ചില കാര്യങ്ങളിൽ. ശരിയാണ്, ഞാനൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയൊന്നുമല്ല. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയാണ്, ശരിയാണ്. പക്ഷേ ലോക്സഭയിലെ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ അല്ലെങ്കിൽ നിയമസഭയിലെ അംഗബലമെല്ലാം വെച്ച് ഞങ്ങളത് മാത്രം വെച്ചിട്ടാണ് എങ്കിൽ ഞങ്ങളിപ്പോൾ ഈ BJP പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലൊരു വലിയ പാർട്ടിയാണ് എന്നൊന്നും ഞങ്ങളങ്ങനെ ഗർവോട് കൂടിയൊന്നും അങ്ങനെ അവകാശപ്പെടുന്നില്ല. പക്ഷേ CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ എടുക്കുന്ന നിലപാടുണ്ട്. ആ നിലപാട് രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ, ഞാൻ ശത്രുക്കളെന്നൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതേ ഇല്ല, അത്തരമൊരു കാര്യത്തെ അങ്ങനെ ദയവായി തെറ്റിദ്ധരിക്കരുത്. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും ഇവർ പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായി പറയുകയാണ്. ഞാനത് 5 മിനിറ്റ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനായി മൊത്തം ഇപ്പോൾ അനുവദിച്ചാൽ മതി, മറ്റവരുടെ സമയം അപഹരിക്കുകയല്ല. 2ാം UPA സർക്കാർ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് ആരും 1ാം UPA സർക്കാരിൻ്റെ കാലത്തും അങ്ങനെ ധരിച്ചിരുന്നതല്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർ സിംഗ് പോലും അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല അങ്ങനെ 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്ന്. ആദരണീയനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന BJPയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വീണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്നൊക്കെ അങ്ങനെ ഈ നാട് ധരിച്ച് വശായിരുന്ന BJPക്കാർ അങ്ങനെ വീമ്പിളക്കിയിരുന്ന കാലത്താണ് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻ്റ് അംഗം പോലും വിജയിച്ചില്ല. 20-ൽ 18 സീറ്റുകളും അന്ന് LDF ആണ് വിജയിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അത് പൊതു മിനിമം പരിപാടി, ആലോചിക്കണം. ഇന്നയാൾ നേതാവ് എന്നല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് പിന്തുണ എന്നുള്ളതല്ല, ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ആ പിന്തുണ 1ാം UPA സർക്കാരിന് നൽകിയത്. ഞാൻ അന്ന് പാർലമെൻ്റ് അംഗമല്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധിയുടെ പേരൊക്കെ അതിൽ നിന്ന് വെട്ടിമാറ്റുന്ന കാലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2, ഈ വിവരാവകാശ നിയമം, ഇത്തരം കാര്യങ്ങളിൽ വർക്കല രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കുണ്ട്. അത് ഞാൻ ആദരവോടുകൂടി ഞാൻ ഓർക്കുകയാണ്. 2ാം UPA സർക്കാർ വരുന്നു. ആ 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് പാർലമെൻറ്റിൽ പലപ്പോഴും, ഇപ്പം ഞങ്ങൾ 3 രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളാണല്ലോ ഇവിടെ ഉള്ളത്. ഞാൻ ബഹുമാന്യായ അന്തരിച്ചുപോയ ശ്രീമതി സുഷമ സ്വരാജിനെ ആദരവോടുകൂടി ഒരു ജ്യേഷ്ഠ സഹോദരിയായി തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഓർക്കും. ഒരു BJPയുടെ നേതാവായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു ലോക്സഭയിൽ. ഞങ്ങൾ അന്നത്തെ 2ാം UPA ഗവൺമെൻറ് പെട്രോളിൻ്റെ വില നിയന്ത്രണം, ഡീറെഗുലേഷൻ ഓഫ് ദ പ്രൈസസ് ഓഫ് പെട്രോൾ, ആ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സഭയിൽ ബഹളമുണ്ടാക്കി. ശരിയാണ്, ബഹളമുണ്ടാക്കി. ചില എക്സ്ട്രാ പാർലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, സഭ സ്തംഭിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം, അതൊക്കെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾക്കല്ല, അവിടെ സമന്വയത്തിൻ്റെ സ്വരങ്ങൾക്കാണ് സ്ഥാനം. അതുകൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് രേഖപ്പെടുത്തണം പല കാര്യങ്ങളിലും. ശ്രീമതി സുഷമ സ്വരാജ് എഴുന്നേറ്റ് നിന്ന് അന്ന് പറഞ്ഞതുണ്ട് പാർലമെൻറ്റിൽ, സി ദ മെമ്പേഴ്സ് ഫ്രം ദ ലെഫ്റ്റ് പാർട്ടീസ്, ദേ ആർ റൈറ്റ്. പാർലമെൻറ്റിൻ്റെ രേഖകളിലുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. തൻ്റെ പിന്നിലിരിക്കുന്ന BJP അംഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ ഇടതുപക്ഷക്കാർ അവർ പറഞ്ഞത് ശരിയാണ് എന്ന്. BJP ഞങ്ങളോടൊപ്പം, BJP ഫ്ലോർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ അവർ അന്ന് ആ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ നയത്തെ വിമർശിച്ചു. എന്നാൽ BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഡീസലിൻ്റെ വില നിയന്ത്രണവും എടുത്തു കളഞ്ഞു. അന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോഴും ഞാൻ പാർലമെൻറ്റ് അംഗമാണ്.
ഞങ്ങൾ ഇടതുപക്ഷം കുറച്ചുപേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എതിർത്തു, ഞങ്ങൾ വിമർശിച്ചു. ഇത് തെറ്റാണ്, രാജ്യത്ത് വിലക്കയറ്റം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിലേക്ക് അത് ഒരു വല്ലാത്ത റിപ്പർക്കഷൻ ഉണ്ടാക്കും എന്നുള്ളത് കോൺഗ്രസിലെ അംഗങ്ങൾ പറഞ്ഞു. അതിൽ ഞാനൊരാളുടെ പേര് പറയാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആൾ ഇന്ന് അവരോടൊപ്പമല്ല, BJP-യിലാണ്. മാധവറാവ് സിന്ധ്യയുടെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. ഞങ്ങളുടെ കൈ പിടിച്ചുയർത്തിക്കൊണ്ടാണ് കൂടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങളോട് ശ്രീ രാഹുൽ ഗാന്ധി സഭയിൽ ഹാജരുണ്ട്, അപ്പോൾ സീ ദ കോമ്രേഡ്സ് അദ്ദേഹം പറഞ്ഞതാണ്. ഞങ്ങൾ വളരെ കുറച്ചുപേരേ ഉള്ളൂ. BJP ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കോൺഗ്രസ്സുകാർ തയ്യാറായി. ഞങ്ങളില്ലാതിരുന്ന സഭയിലാണെങ്കിൽ എങ്ങനെ ഇവർ കാര്യങ്ങളാണ് ചെയ്യുക? NIA ഉൾപ്പെടെയുള്ള UAPA ഉൾപ്പെടെയുള്ള ഈ ജനവിരുദ്ധ നിയമങ്ങളെല്ലാം നടപ്പാക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബാന്ധവം എന്തായിരുന്നു? ഇവിടെ CAA കുറിച്ചാണ് ഈ വർത്തമാനം എങ്കിൽ CPIM-ൻ്റെ പ്രകടന പത്രികയിൽ ഈ CAA UAPA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അതിൻ്റെ 2 വകുപ്പുകളിൽ ഭേദഗതി വന്നത്. ആ ഭേദഗതി അത് ചോദ്യം ചെയ്യപ്പെട്ട സുപ്രീം കോടതിയിൽ ഇപ്പോഴും ഹർജി ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അപരിമിതമായ അധികാരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടിയത്. ആരെയും എപ്പോഴും എങ്ങനെയും അറസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഇന്ത്യയിലെ മറ്റൊരു അന്വേഷണ ഏജൻസിക്കും ഇല്ലാത്തതായിട്ടുള്ളത്. എന്തും ചെയ്യാമെന്നുള്ള നിലയിൽ കയറൂര് വിട്ടതുപോലെ, അത്തരത്തിൽ ഈ ചെന്നായിനെ കയറൂര് വിട്ടതുപോലെ എന്തും ചെയ്യാം. പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ, മാധ്യമ പ്രവർത്തകരെ, എന്തും അങ്ങനെ ആവാം. ഓർമ്മയുണ്ടല്ലോ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഓർക്കുന്നുണ്ടാകുമല്ലോ, 2023 ഒക്ടോബർ മാസം 3-ാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 46 മാധ്യമപ്രവർത്തകരുടെ വീട്ടിലേക്ക് ഈ അർദ്ധരാത്രി കഴിഞ്ഞ് നേരം പുലരുന്നതിന് മുമ്പ് ഡൽഹിയിൽ വേട്ടയാടലുകൾ നടത്തിയതും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തതും വനിതകൾ ഉൾപ്പെടെയുള്ള വൃദ്ധന്മാരെന്ന് ഞാൻ പറയുന്നത് ആ ഒരു പദപ്രയോഗം ശരിയല്ല, സീനിയർ സിറ്റിസൺസ്, അത്തരത്തിലുള്ള ആളുകളുടെ നേർക്കെല്ലാം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറയാൻ പറഞ്ഞു പോകാമല്ലോ? CAA, UAPA, PMLA മുതലായ എന്ന് പറയാമല്ലോ. ഇനി ഒരു കാര്യം ഈ കാര്യത്തിൽ 1/2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദാക്കൽ നമ്മളെല്ലാവരും പഠിച്ചു വരുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ 3 പേരും അഭിഭാഷകരാണ് എന്നുള്ള അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം പഠിച്ചു വരുമ്പോൾ എന്താണ് നമ്മൾ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള കാര്യത്തെ സംബന്ധിച്ച് ഭരണഘടനയിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനതിൽ 14, 15, 21 ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ അതിനെ ഖണ്ഡിക്കാനല്ല നിൽക്കുന്നത്, അത് വരട്ടെ. നമ്മളൊരു കേന്ദ്രഭരണ പ്രദേശം പിന്നീടൊരു അർദ്ധ സംസ്ഥാനമായി അതിന് അധികാരങ്ങൾ നൽകി പിന്നീട് പൂർണ്ണ സംസ്ഥാനമാവും. ഗോവ അങ്ങനെയല്ലേ വന്നത്? ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, അരുണാചൽ പ്രദേശ് അടക്കം അങ്ങനെയല്ലേ വന്നത്? മുമ്പ് നേഫ ആയിരുന്നല്ലോ, നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി ആയിരുന്നല്ലോ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഈ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ ഇല്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംസ്ഥാനം തന്നെ ഇല്ലാതാവുകയാണ്. 29, 28 ഒറ്റയടിക്ക് മാറുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തി കഴിയുമ്പോൾ ആ സംസ്ഥാനം തന്നെ ഇല്ലാതാവുകയാണ്. 2 അതിനെ വെട്ടിമുറിക്കുകയാണ്. ഒരു ഭാഗത്തിന് നിയമസഭ പോലും ഇല്ലാതാവുകയാണ്. മറ്റേ ഭാഗത്ത് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എല്ലാം ശാന്തിയും സമാധാനവും പറയുമ്പോഴും അവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പില്ല. ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപ്പുണ്ട്, ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇല്ല. അങ്ങനെയാണ് എങ്കിൽ ആർട്ടിക്കിൾ 370 സംബന്ധിച്ച് പറയേണ്ടത്. ആർട്ടിക്കിൾ 370 എന്നുള്ളത് അന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിലൊക്കെ നമ്മൾ ഇന്നിപ്പോൾ ഇരുന്നു കൊണ്ട് വളരെ മുമ്പ് നടന്നിട്ടുള്ള എല്ലാം തെറ്റാണ്, പണ്ഡിറ്റ് നെഹ്റു ചെയ്തത് തെറ്റാണ്, അന്ന് ചെയ്തതെല്ലാം ശരിയല്ലാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെയെല്ലാം പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഞാൻ ഇത് പറയുന്നത് എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ പലപ്പോഴും നമ്മുടെ പോലും ഉള്ളിൽ ചില സാമ്രാജ്യത്വ കൊളോണിയൽ ചിന്താഗതികൾ അങ്ങനെ ചില ആളുകൾ കുത്തിവെക്കാനായി ശ്രമിക്കുന്നില്ലയോ? അതുകൊണ്ടല്ലേ കച്ചിത്തീവിൻ്റെ വിഷയമെടുക്കുന്നത്. ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ വരുമ്പോൾ അന്ന് പാകിസ്ഥാനിൽ ചേരാതെ ഇന്ത്യയോടൊപ്പം നിന്നതിന് കാരണം ജമ്മു കാശ്മീരിലെ ജനങ്ങളാണ്. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അത്തരത്തിൽ തീരുമാനമെടുക്കുമ്പോഴാണ് ഹരിസിംഗ് വാസ്തവത്തിൽ പഴയ SR-CP ഇവിടെ തിരുവിതാംകൂറിലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്തതുപോലെ നിൽക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അവിടെ ജനകീയ പോരാട്ടമാണ്. അന്ന് പണ്ഡിറ്റ് നെഹ്റുവും സർദാർ പട്ടേലും തമ്മിൽ നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ സീക്രട്ട് ആൻഡ് കോൺഫിഡൻഷ്യൽ എന്നുള്ളത് ചെങ്കോട്ടയിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ധാരണ. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ജമ്മു കാശ്മീരിലെ ജനത വഹിച്ച പങ്ക് എന്നുള്ളത്. ആ ഒരു പദവി എടുത്തു കളയുക എന്നുള്ളത് അവിടുത്തെ മണ്ണും അവിടുത്തെ എല്ലാ പ്രകൃതി വിഭവങ്ങളും ജമ്മു കാശ്മീരിന് പുറത്തുള്ള കോർപ്പറേറ്റുകൾക്ക് കൈയടക്കാൻ വഴി തുറന്നു കൊടുക്കുന്നതാണ്. ആൻഡമാൻ നിക്കോബറിൽ എന്തേ പുറത്തുള്ളവർക്ക് പോയി അവിടെ ഭൂമി വാങ്ങാൻ കഴിയില്ല? ഇപ്പോൾ നമ്മൾ 4 പേരുണ്ട്. അത് തന്നെയാണ് സമ്പത്ത്. ഈ വിഷയങ്ങൾ തന്നെയാണ്. കാരണം 370 അടക്കമുള്ള വിഷയങ്ങൾ, CA അടക്കമുള്ള വിഷയങ്ങൾ പ്രകടന പത്രികയിൽ വരുന്നില്ല. ഇവിടെ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് ചേരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണദാസ്, ഒരുപക്ഷെ താങ്കൾക്ക് ഈ പ്രകടന പത്രിക, കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. കാരണം CA നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് CAA. 370 നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റു പല വിഷയങ്ങളും
സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിക്കപ്പെടരുത്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളൊന്നും ചർച്ചയാകരുത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രകടന പത്രിക ഒരുപക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ സംഘപരിവാർ മനസ്സായി കോൺഗ്രസ്സുകാർ മാറിയിരിക്കുന്നു. അവരുടെ പ്രത്യയശാസ്ത്രം ഒരു തീവ്ര ഹിന്ദുത്വത്തിന് കുടപിടിക്കുന്ന തരത്തിൽ മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് പ്രകടന പത്രിക വരികയും ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ചുവട് പിടിച്ചാണ് പ്രകടന പത്രിക എന്ന് ഒരു ആരോപണവും വന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ കോൺഗ്രസ് പ്രകടന പത്രികയെ കാണുന്നത്, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്? കോൺഗ്രസ് പ്രകടന പത്രികയെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2 ഘട്ടങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞല്ലോ. കോൺഗ്രസിന്റെ പ്രകടന പത്രിക നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ആ പ്രകടന പത്രികയുടെ, എന്റെ കയ്യിലുള്ളത് ഇംഗ്ലീഷ് വെർഷനായിട്ടുള്ള പ്രകടന പത്രികയാണ് അവരുടെ, അതിന്റെ 9ാമത്തെ പേജിന്റെ 1ഉം 2ഉം ഖണ്ഡികകളിലായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉപോത്ബലകമായിട്ടുള്ള വിഷയങ്ങൾ കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഇതിൽ അവർ പ്രധാനമായും പറയുന്നത് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും. നമ്മൾ ഇതൊക്കെ വളരെ രസകരമായി കാണേണ്ട ചില വിഷയങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് സൂചിപ്പിച്ച ചില വിഷയങ്ങളോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അവർ പറയുന്ന ഒരു അവരുടെ 9ാമത്തെ പേജിലാണ് തുടക്കത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത്, 8ാമത്തെ പേജിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അവർ ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 എന്നെല്ലാം പറഞ്ഞു പോവുകയാണ്. അതെല്ലാം ഞങ്ങൾ സംരക്ഷിക്കും. എനിക്ക് കോൺഗ്രസ്സുകാരോട് വിനീതമായി ചോദിക്കാനുള്ളത്, നിങ്ങൾക്കപ്പോ ആർട്ടിക്കിൾ 14ഉം ആർട്ടിക്കിൾ 19ഉം ആർട്ടിക്കിൾ 21 സംരക്ഷിക്കപ്പെടേണ്ടേ? ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കാണുന്ന, എല്ലാ ജനങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ കിട്ടുന്ന, എല്ലാ ജനങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന, എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള, എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള ഈക്വലായി അവകാശങ്ങൾ കിട്ടുന്ന ഒരു സമൂഹത്തെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പമില്ലേ? അങ്ങനെ കാണേണ്ടതില്ലേ? അത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ മാത്രമേ ഈ രാജ്യത്തെ ജനങ്ങളെ കാണാൻ വേണ്ടിയാണോ കോൺഗ്രസിന്റെ പ്രകടന പത്രിക? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഭരണഘടന സംരക്ഷിക്കും എന്നാണ് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് കോൺഗ്രസ്സുകാരുടെ വിനീതമായി ചോദിക്കാനുള്ളത്, നിങ്ങൾ അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ ഭരണഘടന പൊളിച്ചെഴുതുന്നു BJP എന്നാണല്ലോ നിങ്ങൾ നിങ്ങളുടെ പ്രകടന പത്രികയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എത്ര തവണയാണ് ഭരണഘടന അമെന്റ്മെന്റ് വിധേയമായിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ അമെന്റ്മെന്റിന് ഭരണഘടന വിധേയമായിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടങ്ങളിലല്ലേ? അത് മാത്രമല്ല, അതിന്റെ പ്രിയാമ്പിൾ അടക്കം മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചത് കോൺഗ്രസ് അല്ലേ? ഇനി അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യവും സമത്വവും, അതല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അടിത്തൂണുകളായിട്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആയിട്ടുള്ള മുഴുവൻ ഘടകങ്ങളും, അത് പത്രമാധ്യമങ്ങളടക്കം, ഇതിന്റെ എല്ലാം സ്വാതന്ത്ര്യം 1975-ലും 76-ലും 77-ലും എല്ലാം എവിടെ പോയിരിക്കുകയായിരുന്നു? 19 മാസക്കാലം ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തന്നെ അട്ടിമറിച്ച പാരമ്പര്യമുള്ളവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അതേ നേതാക്കന്മാരുടെ പിൻബലം പറ്റിക്കൊണ്ടാണ് ഇപ്പോ ഖാർഗെയുടെയും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും എല്ലാം ചിത്രം വെച്ചുകൊണ്ട് ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കും എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആർട്ടിക്കിൾ 370 അവിടെ നിൽക്കട്ടെ. ആർട്ടിക്കിൾ 356 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗവൺമെന്റുകളെ ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിഷ്കരുണം ഭൂരിപക്ഷത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകളെ നിഷ്കരുണം പിരിച്ചുവിട്ടിട്ടുള്ള ചരിത്രം അത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ഭരണകാലഘട്ടത്തിലും 356 വകുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാരിനെതിരെ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക, ജനങ്ങൾക്ക് സ്വതന്ത്രമായി ഒറ്റ മനസ്സോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യുക. ശ്രീ സമ്പത്ത് സൂചിപ്പിച്ച ആർട്ടിക്കിൾ 370 എന്തായിരുന്നു? ആർട്ടിക്കിൾ 370യുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം, ഈ രാജ്യത്തെ ജനങ്ങളെ 2 തട്ടിൽ നിർത്തിക്കൊണ്ട്, സംസ്ഥാനങ്ങളെ 2 തട്ടിൽ നിർത്തിക്കൊണ്ട്, ഒരു പ്രത്യേക സംസ്ഥാനത്തിന് പ്രത്യേകമായിട്ടുള്ള പദവി നൽകിക്കൊണ്ട് നിരന്തരമായി പ്രീണനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക. BJP ഞങ്ങൾ ചെയ്തതാണ്. ആ വകുപ്പ് എടുത്ത് മാറ്റി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ, ഇപ്പൊ കാശ്മീരിൽ പോകുന്ന ആർക്കെങ്കിലും തടസ്സമുണ്ടോ? തീവ്രവാദപരമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ നിരന്തരമായി നടക്കുന്നുണ്ടോ? ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആളുകൾക്ക് സ്വതന്ത്രമായി സമാധാനപരമായി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഒരുക്കുക എന്നുള്ളതാണ്. അത് ഒരുക്കാൻ BJP ബാധ്യസ്ഥമാണ്. അത് ഞങ്ങൾ കൊണ്ടുവന്നു. അതിലൊരു പ്രശ്നവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഇനി 370 വകുപ്പിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, അത് എടുത്തു കളഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, നമ്മുടെ രാജ്യത്ത് എന്തിനായിരുന്നു അങ്ങനെ ഒരു വകുപ്പ് തുടങ്ങിയത് എന്നുള്ളതിന്റെ ചരിത്രം നോക്കട്ടെ.
നെഹ്റുവിന്റെ ഭരണകാലഘട്ടത്തിൽ, അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ വീണ്ടും കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ നിരന്തരമായി നിലനിൽക്കണം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ അതിർത്തി പ്രശ്നങ്ങൾ നിരന്തരമായി നിലനിൽക്കണം. ഇതൊരു പ്രത്യേക പ്രദേശമായി കണ്ടുകൊണ്ട് ആളുകളെ വേറിട്ട് നിർത്തി അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുമ്പോൾ ഈ രാജ്യത്തെ മറ്റു പ്രദേശങ്ങളിലും ആ തരത്തിൽ ഒരു ധാരണ ഉണ്ടാകും. വിഘടനവാദത്തിന്റെ, വിഭജനത്തിന്റെ എല്ലാം ഒരു വിത്ത് പാകാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ല, അതിപ്പോ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ. അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ വിഭജനത്തിന്റെ വിത്തുകൾ വാങ്ങുന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം നമ്മൾ കണ്ടു. കച്ചിത്തീവ് എന്ന് പറയുന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ മോദി ചെയ്തിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇപ്പോൾ ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് പി കൃഷ്ണദാസ് അഡ്വക്കേറ്റ് വസന്തിനോട് ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട്. 356 രാജ്യത്ത് പ്രയോഗിച്ച് മാതൃക കാട്ടിക്കൊടുത്തത് നിങ്ങളല്ലേ? നിങ്ങൾക്ക് ആർട്ടിക്കിൾ 14 പ്രശ്നമില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ BJPയുടെ പ്രതിനിധിയാണ് ചോദിക്കുന്നത്. BJPക്കാർക്ക് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം മുൻഗാമികൾ നിങ്ങളാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് മുൻഗാമി നിങ്ങളാണെന്ന് വളരെ കൃത്യമായ വിമർശനം BJP പ്രതിനിധി ഉന്നയിക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അഡ്വക്കേറ്റ് വസന്ത്? അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കാലഘട്ടത്തിലെ പ്രതിപക്ഷ വേട്ടയെ പറ്റിയാണ്. 356 അടക്കം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുകളെ പിരിച്ചുവിട്ടത് അതാത് സമയങ്ങളിൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഒന്നെങ്കിൽ അത് ശരിവയ്ക്കപ്പെടുകയും ഇല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുകയും റദ്ദാക്കപ്പെടുകയും ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ BJP ഭരണഘട്ടത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? കഴിഞ്ഞ 2 വർഷക്കാലമായി EDയും CBIയും നാഷണൽ ഏജൻസികളും 122 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2 വർഷം കൊണ്ട്. അതിൽ 115 കേസുകൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടാണ്. അതിൽ തന്നെ 87 കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടാണ്. ബാക്കി 6 കേസുകളും. അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കി 6 കേസുകളിൽ ഒരെണ്ണം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മകനെതിരായിട്ടാണ്. എപ്പോഴാണ്? രാജസ്ഥാനിൽ അവരോട് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കണം, തൽക്കാലം ഞങ്ങൾ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവർ പാർട്ടിക്കുള്ളിൽ ഒരു കലാപക്കൊടി ഉയർത്തുന്നു. ആ കലാപക്കൊടി ഉയർത്തി അവർ കോൺഗ്രസ് പാളയത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് തോന്നുന്ന അതേ നിമിഷം, അതേ സമയം, അതേ ദിവസം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മകനെതിരായി ED കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അവർ കലാപക്കൊടി താഴെ വെക്കുന്നു. അവർ പാർട്ടി വിട്ടു പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. പാർട്ടിയിൽ പുതിയൊരാൾ, തന്നെക്കാൾ ജൂനിയറായ ഒരാൾ മുഖ്യമന്ത്രിയായി വരുന്നു. അവർ കമാന്നൊരക്ഷരം മിണ്ടാതിരിക്കുന്നു. ആ കേസ് പിൻവലിക്കപ്പെടുന്നു. രണ്ടാമതായി ഇവർ കേസെടുത്ത എത്രയോ പേരുണ്ട്. പ്രതിപക്ഷ വേട്ടയുടെ കഥ പറഞ്ഞുകൊണ്ടാണ്, പറയാതിരിക്കാൻ പറ്റുമോ? ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ് ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണത് എന്നാണ് അമിത്ഷാ അടക്കം പ്രസംഗിച്ചിരുന്നത്. ഒടുക്കം എന്തുണ്ടായി? ഹിമന്ത് വിശ്വ ശർമ്മ BJPയിൽ ചേർന്നു. ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ് ആ വഴിയേ അങ്ങ് പോയി. നമ്മുടെ മഹാരാഷ്ട്രയിലെ NCPയെ പറ്റി എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ കമന്റ്? നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി ആൻഡ് ദേർ ഇസ് എ ക്യാപ്റ്റൻ ഫോർ ദാറ്റ് പാർട്ടി ആൻഡ് ക്യാപ്റ്റൻ ഈസ് അജിത് പവാർ എന്നാണ് നരേന്ദ്രമോദി പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രസംഗിച്ചത്. വസന്ത്, ഇതിപ്പോ താങ്കൾ വടി കൊടുത്ത് അടി വാങ്ങുന്നു എന്നാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. കാരണം താങ്കളുടെ നേതാവായ മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ DK ശിവകുമാറിനെ അടക്കം കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്, BJPയിൽ പോകാതെ രക്ഷയില്ല എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ആരൊക്കെയാണ് BJPയിൽ പോയതെന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഏതായാലും അഡ്വക്കേറ്റ് ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ഈ 2 കൃഷ്ണദാസ് പറഞ്ഞതും അഡ്വക്കേറ്റ് വസന്ത് പറയുന്നതും, ഒരു കൂട്ടർ പറയുന്നത് നിങ്ങളാണ് 356 അടക്കം ഇവിടെ രാജ്യത്തിന് മാതൃക കാട്ടിക്കൊടുത്തതെന്ന് പറയുന്നു. അവർ പറയുന്നു വിഭജന രാഷ്ട്രീയത്തിന് തുടക്കമിട്ടത് നിങ്ങളാണെന്ന് പറയുന്നു. ഭരണഘടനാ ഭേദഗതി നിങ്ങൾ ചെയ്തതാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ BJP തുടരുന്നത് എന്താണ്? അതിൻ്റെ ചുവട് പിടിച്ച് പണ്ട് കോൺഗ്രസ് സർക്കാരുകൾ ഇവിടെ എന്താണ് ചെയ്തത്? ജനാധിപത്യ വിരുദ്ധമായ പരിപാടികൾ ചെയ്തതിൻ്റെ തുടർച്ചയായി അവർ അതിനേക്കാൾ കടന്ന രീതിയിൽ കൂടുതൽ തീവ്രമായ നിലപാടുകളിലേക്ക് പോകുന്നു. ഫലത്തിൽ ഒന്നിൻ്റെ തുടർച്ചയാണ് 2, ഒന്ന് തന്നെയാണ് 2, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് BJP എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മാറി വരികയാണ്. അതേ നയങ്ങൾ പുതിയ രീതിയിൽ അവർ തുടരുന്നു, കൂടുതൽ തീവ്രമായി തുടരുന്നു. നോക്കൂ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുകളും പിഴവുകളും പോരായ്മകളും ന്യൂനതകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളും ന്യൂനതകളും പോരായ്മകളും പിഴവുകളും തിരുത്തി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പണ്ടങ്ങനെ ചെയ്തില്ലേ, അന്നങ്ങനെ ചെയ്തില്ലേ, അന്നങ്ങനെയെല്ലാം ആയിരുന്നില്ലേ, അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞാൽ പഴയ ഒരു മുദ്രാവാക്യമുണ്ട്, തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, 12 അണയ്ക്ക് കിളപ്പിക്കും എന്നത്. അന്ന് അങ്ങനെയായിരുന്നു. ഇന്ന് ചില സ്ഥാനാർത്ഥികളൊക്കെ ചിലയിടത്തൊക്കെ അവരൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെയുള്ള, അതൊക്കെ സുവർണ്ണകാലമായിരുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ അങ്ങനെ തെറ്റിദ്ധരിച്ചു കളയരുത്. ഇന്ത്യയുടെ ഭരണഘടനയിലെ 356 അനുച്ഛേദത്തിൻ്റെ ദുരുപയോഗത്തെ സംബന്ധിച്ച് ഒരു പരിധിവരെയെങ്കിലും അറുതി വരുത്താൻ, പൂർണ്ണമായി അറുതി വരുത്തിയിട്ടില്ല, ഇപ്പോൾ വേറെ രീതിയിലാണ് ശ്വാസം മുട്ടിക്കൽ എന്നുള്ളതേ ഉള്ളൂ. അത്
SR ബൊമ്മ കേസിലാണ് വരുന്നത്. SR ബൊമ്മ കേസിൽ ആ വിധി വരുമ്പോൾ തന്നെ ആ ഗവൺമെൻറ് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, ഈ ചില തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഒടുവിൽ ഈ ഹർജിക്കാരന് അനുകൂലമായി വിധി വരുമ്പോഴേക്കും ആ കാലാവധി പോലും കഴിഞ്ഞിട്ടുള്ള ചരിത്രവും ഉണ്ടായിട്ടുണ്ടല്ലോ. അതുപോലെ വന്നതാണ്. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ഞങ്ങൾ 3 പേര് അഭിഭാഷകരാണ്. ഞാൻ ഈ രാഷ്ട്രീയത്തിനിടയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ 3 പേരും പഠിച്ചിട്ടുള്ളൊരു കേസാണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ആ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിൽ 4:1 എന്നുള്ള നിലയിലേക്ക് ന്യൂനപക്ഷ വിധി, അപ്പോൾ AKജിക്ക് എതിരായിട്ടാണ് ഭൂരിപക്ഷ വിധി വന്നത്. അത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്, ആർട്ടിക്കിൾ 20മായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ പിന്നീട് ഒരു 4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് വന്നപ്പോഴത്തേക്ക് ഈ ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 ഇതെല്ലാം വരുന്നു. അതിനകത്ത് ഈ പേഴ്സണൽ ലിബർട്ടി, ലൈഫ്, ആ ഫ്രീഡത്തെ സംബന്ധിച്ച്, മൗലികാവകാശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം AK ഗോപാലൻ്റെ കേസിൽ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് സുപ്രീം കോടതിക്ക് ആ വിധത്തിൽ അഭിപ്രായം തീരുന്നില്ല. പാർലമെൻറ്റ് അംഗങ്ങൾ വോട്ട് ചെയ്യുന്നതിന് അവർക്ക് കോഴ നൽകുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത് മുമ്പ് സുപ്രീം കോടതി ആ കാര്യത്തിൽ ഇടപെടാതിരുന്ന സുപ്രീം കോടതി ഇപ്പോൾ അത് റീഓപ്പൺ ചെയ്യുകയാണ്. പാർലമെൻറ്റ് അംഗങ്ങളെ അത്തരത്തിൽ പാർലമെൻറ്റ് അംഗങ്ങളെ കോഴ കൊടുത്ത് അവരെ കൊണ്ട് അനുകൂലിച്ച് വോട്ട് ചെയ്യിപ്പിച്ച ഒരു ചരിത്രം, ഞാൻ PV നരസിംഹറാവുവിൻ്റെ കാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ സ്ക്രൂട്ടണി, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാര്യത്തിൽ CAA കുറിച്ച് നമ്മളിത് പറയുമ്പോൾ, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിഷയം, ഞങ്ങളുടെ പാർട്ടി ചെറിയ പാർട്ടിയാണ്, ശരിയാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിലെ ഏക രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ ജസ്റ്റിസ് ഭൂഷൺ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വൺ ഓഫ് ദ പെറ്റീഷണേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടി CPM എടുത്തു പറയുന്നുണ്ട്. ഇക്കാര്യത്തെ സംബന്ധിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്, ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് നിലവിൽ വന്നതാണ് എന്ന് അത്തരത്തിൽ കൊട്ടിഘോഷിക്കുമ്പോഴും ഇത് സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. അതിനപ്പുറം വേറൊന്നുമില്ല. ഇന്ത്യൻ യൂണിയനിൽ, ഈ രാഷ്ട്രത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം മറ്റൊന്നുമില്ല. നിയമവിരുദ്ധമെന്നല്ല, തെറ്റാണെന്നല്ല, ഭരണഘടനാ വിരുദ്ധമാണ്. എപ്പോഴാണ് ഇങ്ങനെ ഒരു കേസിൻ്റെ വിധി വന്നപ്പോഴത്തേക്കാണ് അടുത്തതെന്താ, ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വരുന്നത്. 2 വർഷത്തിന് മുമ്പ് സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? അന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾ ഇതിൻ്റെ ചട്ടങ്ങൾ, നടപടിക്രമങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഇക്കാര്യത്തെ സംബന്ധിച്ചൊന്നും വേറൊരു അവധാനതയോടുകൂടി മാത്രമേ പോകേണ്ടതുള്ളൂ എന്നുള്ളത്. 26 ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതെപ്പോഴാണ് ഇത് പ്രഖ്യാപിച്ചത്? റംസാൻ നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് വരികയാണ്. എന്താ ഇത് സൂചിപ്പിക്കുന്നത്? ഇതാണ് കൃത്യമായി BJPയുടെ ഈ ഡിവൈസീവ് പൊളിറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓർമ്മയുണ്ടോ 1990 ഒക്ടോബർ മാസം 23-ാം തീയതി നടന്ന സംഭവം? ഓർമ്മയുണ്ടോ? ശ്രീ ലാൽകൃഷ്ണ അദ്വാനി നേരം വെളുക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ബീഹാറിൽ വെച്ച്. രഥയാത്രയായിരുന്നു കാര്യം. എങ്ങോട്ടേക്കാണ് പോയത്? ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് പോയതാണ്. എന്തിനായിരുന്നു ആ രഥയാത്ര? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സാമൂഹ്യ നീതി അത്തരത്തിൽ ഉറപ്പുവരുത്തുന്നതിന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് VP സിംഗിൻ്റെ സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിട്ട് അത്തരത്തിൽ ഈ ഒരുപാട് കുപ്രചരണങ്ങളൊക്കെ നടത്തി, ആത്മാഹുതികളുടെ ഡ്രാമകൾ പോലും അത്തരത്തിൽ നടത്തി. ആരൊക്കെയാണ് നടത്തിയതെന്ന് ഇനി ഞാൻ എന്നെക്കൊണ്ട് പറയിപ്പിക്കണമോ? അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരുന്നു? ഇതെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത് വെൽ പ്ലാൻഡാണ്. അത് മാനിപ്പുലേഷൻ നടത്താൻ പോലും ഒരു മടിയുമില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിശ്ചയദാർഢ്യത്തോടെ, കൃത്യതയോടെ, സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, മൂർച്ചയോടെ ജനങ്ങളോട് പറയാൻ കഴിയണം. ജനങ്ങളാണ് പരമാധികാരികൾ. ആ ജനങ്ങളോട് നമുക്ക് പറയാൻ കഴിയണം, കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് ഭംഗമുണ്ടാവരുതെന്ന ആഗ്രഹത്തിലാണ് ഞാനിത് പറയുന്നത്. അത് വളരെ പ്രസക്തമാണ് ഡോക്ടർ സമ്പത്ത്. കാരണം വസന്ത് സിറിയക്ക് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ ഇടതുപക്ഷം അടക്കം ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് ഇങ്ങനെ ആകരുത്, നിങ്ങളുടെ മതനിരപേക്ഷ നിലപാട് നിങ്ങൾ അങ്ങനെ തന്നെ ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് ഒരുപക്ഷെ ഇവിടെ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്, രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. ഇവിടെ നിങ്ങൾ ഇന്ന് വീണ്ടും ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരികെ വരാം. നിങ്ങൾ എന്തിനാണ് ഇന്ന് ആ പരിപാടി നടന്നപ്പോൾ അവിടെ CAA എന്ന് എഴുതി കാണിക്കുകയും പിന്നെ പ്രകടന പത്രിക ഇല്ലാതിരിക്കുകയും ചെയ്തത്? ഇതാരെ പറ്റിക്കാനാണ്? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ലീഗിനടക്കം പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലാതെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ എഴുതുന്നില്ല? നിങ്ങൾ ആ വയനാട്ടിൽ
നടത്തിയ രാഹുൽ ഗാന്ധിയുടെ ഷോയിൽ നിന്ന് നിങ്ങൾ ലീഗിൻ്റെ കൊടി ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ കൊടി വരെ ഒഴിവാക്കി. അതായത് നിങ്ങളുടെ കൊടി ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താണോ അത് നിങ്ങൾ കൊടിപ്പടം താഴ്ത്തിയിരിക്കുന്നതാണ്. നിങ്ങളുടെ നിലപാട് നിങ്ങൾ താഴ്ത്തി എന്നുള്ളതാണ്. നിലപാട് താഴ്ത്തി എന്ന് പറഞ്ഞാൽ നിലപാടില്ലായ്മയല്ല, നിങ്ങൾ BJPയുടെ നിലപാടിലേക്ക് പോകുന്നു. അത് തന്നെയാണ് ഡോക്ടർ സമ്പത്ത് പറഞ്ഞു വെക്കുകയും ചെയ്തത്. നിങ്ങളുടെ മതനിരപേക്ഷ നിലപാട് നിങ്ങളിങ്ങനെ കളഞ്ഞു കുളിക്കണോ, നിങ്ങൾ എങ്ങനെ ആകരുത് എന്നുകൂടിയാണ് സമ്പത്ത് പറഞ്ഞു വെക്കുന്നത്. ശ്രീ സിജു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കൊടിക്ക് പല കളറുള്ള പാർട്ടിയല്ല ഏതായാലും കോൺഗ്രസ്. CPM-ന്റെ കൊടിയുടെ ഒരു ഡസൻ കളർ വ്യത്യാസങ്ങൾ ഞാൻ തരാം. മലപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പച്ചയും, കോട്ടയത്ത് എന്റെ നാട്ടിൽ വരുമ്പോൾ അത് നീലയും, ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ചുമപ്പുമാകുന്ന കൊടി നിറം ഞങ്ങൾക്ക് ഏതായാലും വ്യത്യാസമില്ല. അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്. രണ്ടാമതായി അങ്ങ് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ BJPയോ സംഘപരിവാറോ കൊണ്ടുവന്ന അവിശുദ്ധമായ എല്ലാ നിയമങ്ങളും പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ CAA, NPR, NRC, ആർട്ടിക്കിൾ 370 അടക്കം എല്ലാ നിയമങ്ങളും പിൻവലിക്കപ്പെടും എന്ന് തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊരു കാരണം വേണം, എടുത്തു പറയപ്പെടണം എന്ന് വാശി പിടിക്കുന്നത് ഇവിടുത്തെ CPM ആണ്. അത് ചില ശ്രീ വസന്ത്, ഈ ആർട്ടിക്കിൾ 15, 16, 17 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അഭിഭാഷകരായതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കൃത്യത്തിൽ പെട്ടെന്ന് മനസ്സിലാകും. മാധ്യമ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കും വളരെ പെട്ടെന്ന് മനസ്സിലായിരിക്കും. പക്ഷേ രാജ്യത്തെ സാധാരണക്കാരായ നിരക്ഷരരായ മനുഷ്യർ അവർ വളരെ ആശങ്കയിലാണ്. എങ്ങനെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങളെ ബാധിക്കുന്നത്? അതിന് ഞങ്ങളെ രക്ഷിക്കാൻ ഈ രാജ്യത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? ഇതാ ഇവിടെ CPM പറയുന്നു ഞങ്ങൾ അത് റദ്ദാക്കും, CPI പറയുന്നു ഞങ്ങൾ അത് റദ്ദാക്കും. നിങ്ങളോട് ചോദിക്കുകയാണ് അത് റദ്ദാക്കുമോ എന്ന് വളരെ ഷാർപ്പായി കൃത്യമായി ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ഞങ്ങൾ ആർട്ടിക്കിൾ 16 പറഞ്ഞിട്ടുണ്ടല്ലോ, 17 പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രശ്നമില്ലേ? ഒരു ജാള്യതയില്ലേ നിങ്ങൾക്ക്? ഒരു ജാള്യതയുടെ ആവശ്യമില്ലെന്നേ. അതുകൊണ്ടാണ് രണ്ടാമത് 8ാം പേജിൽ ആർട്ടിക്കിൾ 15, 14, 16 അങ്ങ് പറയുന്ന പോലെ പറഞ്ഞുകൊടുത്ത് നിന്ന് 10ാം പേജിലേക്ക് എത്തുമ്പോൾ വളരെ കൃത്യമായി കോൺഗ്രസ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനെ തകർക്കുന്ന രീതിയിൽ BJP കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും പിൻവലിക്കും എന്ന് കൃത്യമായി പറയുന്നത്. നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചു. അങ്ങേക്ക് എന്താണ് മനസ്സിലാവാത്തത് എന്ന് എനിക്കറിയില്ല. വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി അടക്കം പ്രസംഗിക്കുന്നുണ്ട്. ജോഡോ യാത്രയുടെ വിവിധ വേദികളിൽ ഈ രാജ്യം മുഴുവൻ നടന്നു പ്രസംഗിച്ച എല്ലാ പ്രസംഗങ്ങളിലും ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ പറയുന്നുണ്ട് CAA പിൻവലിക്കും. വളരെ കൃത്യമാണ്, CAA പിൻവലിക്കും എന്ന് രാഹുൽ ഗാന്ധി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്തായാലും താങ്കൾ ഈ മൊബൈൽ എടുത്തുകൊണ്ട് വന്നത് കാര്യമായി. കാരണം ഈ ചാനലിൽ അടക്കമൊന്നും ഞാൻ കണ്ടില്ല, മറ്റാരും കണ്ടതുമില്ല. താങ്കൾ ആ മൊബൈൽ എടുത്ത് സൂക്ഷിച്ചത് വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് എന്താണ് താങ്കൾ മൊബൈലിൽ സൂക്ഷിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞത് ആ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് CAA റദ്ദാക്കുമെന്ന്. അല്ല ശ്രീ സിജു, അത് കാണാത്തത് കൈരളിയും ദേശാഭിമാനിയും മാത്രമേ ഉള്ളൂ. ഈ ഏതായാലും ഗോഡി മീഡിയ ആയിട്ടുള്ള നാഷണൽ മീഡിയാസ് അടക്കം വളരെ കൃത്യമായി അത് ബൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് NDTVയുടെ ബൈറ്റാണ് അങ്ങേ കാണിക്കുന്നത്. NDTVയുടെ ബൈറ്റാണ്, മനസ്സിലായോ? ഏതായാലും NDTV കാണുന്നുണ്ട്, കൈരളി കാണുന്നില്ല എന്നുള്ളൂ. അതിന്റെ പിന്നിലുള്ള താല്പര്യത്തെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്കൂ, എന്തിനാണ് നിങ്ങൾ വളരെ കൃത്യമായി ഈ BJPക്ക് വഴിയിടുന്ന രീതിയിൽ, വഴിമരുന്നിട്ട് കൊടുക്കുന്ന രീതിയിൽ പെരുമാറുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അല്ല, ഈ BJPക്ക് വഴിമരുന്നിടുന്നത് ആരാണെന്നുള്ള ചോദ്യം അത് കാലങ്ങളായി കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ ഉത്തരവും കോൺഗ്രസ് തന്നെയാണെന്നുള്ളതാണ്. ഇവിടെ അയോധ്യ പ്രശ്നം എങ്ങനെ വന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമുക്കറിയാം. ഈ ഒരു രാമായണത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടും ആ സീരിയലിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടും ദൂരദർശനിലൊരു കേരള സ്റ്റോറി കാണിച്ചതുമായി ബന്ധപ്പെട്ട് ദൂരദർശൻ എടുത്ത നിലപാടിനെക്കുറിച്ചും ഇവിടെ സംഘപരിവാറിന് വളക്കൂറുള്ള മണ്ണാക്കി ആര് മാറ്റി എന്നുള്ളതും ഒക്കെ കണ്ടതാണ്. ഏറ്റവും ഒടുവിലായി നിങ്ങൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ, ആ ആം ആദ്മി പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെ ED അന്വേഷണം വേണമെന്ന് പറയുകയും പിന്നീട് ഒരു ഉളുപ്പുമില്ലാതെ ചെന്ന് അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുകയാണെന്ന് പൊതുവേദിയിൽ നിന്ന് പറയുകയും ചെയ്തതും ഇന്ത്യ കണ്ടതാണ്. അങ്ങനെ നിങ്ങളെടുത്ത ചില തെറ്റുകൾ തിരുത്തുകയും ചെയ്തത് അത് വളരെ നല്ല കാര്യമാണ്. അഡ്വക്കേറ്റ് സമ്പത്ത്, ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ഇവിടെ നമ്മൾ ഈ CPM എന്തിനാണ് ഇങ്ങനെ BJPക്ക് വളരാൻ വഴിമരുന്നിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. താങ്കളോടാണ് ചോദ്യം. അല്ല, ഈ നമ്മള് ഈ പഴയ കോലീബി സഖ്യത്തിനെ നമ്മളങ്ങ് മറന്നു പോകാറായോ സിജു? ഇത് ഈ നമ്മൾ ബേപ്പൂരിലും വടകരയിലും ഇതേ കേരളത്തിൽ അവിടെ ഡോക്ടർ മാധവൻകുട്ടിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് രത്നസിംഗും ഈ കോലീബി സഖ്യത്തിൻ്റെ പൊതുസ്ഥാനാർത്ഥിയായി CPIM-ൻ്റെ ചുറ്റികാരിവാൾ നക്ഷത്രത്തിന് എതിരായി മത്സരിച്ചത് അങ്ങ് ഓർക്കുന്നില്ലേ? നമ്മൾ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ 3 പേര് അഭിഭാഷകരും പൊതുപ്രവർത്തകരും സിജുവിനെ പോലുള്ള മാധ്യമപ്രവർത്തകരും ഇതൊക്കെ മറക്കാറായിപ്പോയോ? ഇല്ലല്ലോ. ഈ കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളത്. ഇവിടെ ഈ നിയമം തിരുവനന്തപുരത്താണ്.
BJPക്ക് അവിടെ ഒരു MLA ഉണ്ടായിരുന്നു, ആദരണീയനായ ശ്രീ ഒ രാജഗോപാൽ സാറായിരുന്നു അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു ആ അക്കൗണ്ട് ഞങ്ങളങ്ങ് പൂട്ടിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ അക്കൗണ്ട് അങ്ങ് പൂട്ടി. അതിനു മുമ്പ് എങ്ങനെയാണ് BJP ജയിച്ചത് എന്നുള്ളത് അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി തന്നെ UDFിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ വോട്ട് എന്താ സംഭവിച്ചത് എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 17% വോട്ടുണ്ടായിരുന്ന UDFന് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അത് 7% കുറയുന്നൊരു നിലയിലേക്ക് അവിടെ വന്നത് എങ്ങനെയെന്നുള്ളതിൻ്റേത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് എതിരായി, ആ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള പ്രവർത്തനം തന്നെയാണ് CPIM നടത്തുന്നത്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ കേരളത്തിലാണല്ലോ. ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണദാസ് ഈ കാര്യത്തിൽ എന്നോട് യോജിക്കുമല്ലോ. എന്താ, ഇന്ത്യയിൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള നാട് കേരളം. ശാഖകളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് 2 പ്രാന്തങ്ങൾ, 2 സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ ഉത്തര ദക്ഷിണ മേഖലയായി തിരിച്ച സംസ്ഥാനം കേരളം. ആ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ വേരോടാനായി കഴിയാത്തത് ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ മതനിരപേക്ഷ മനസ്സുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വന്നിട്ട് അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, അത്തരത്തിൽ മതപരമായ ധ്രുവീകരണം നടത്താൻ കഴിയാത്ത നിലയിലേക്ക് കൊണ്ടുവന്നത്. ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരും ഇപ്പോഴും പങ്കെടുക്കുന്നവരും നിലപാടെടുത്തതും ബഹുഭൂരിപക്ഷം ആളുകളും ഈ രാജ്യത്തെ പൗരന്മാരും ആ ഒരു ബഹുഭൂരിപക്ഷം ആളുകളെന്ന് പറയുമ്പോൾ ഈ മൊത്തം ആളുകളുടെ എണ്ണം ഇത് മുസ്ലിങ്ങൾക്കെതിരായി മാത്രമായിട്ട് കണക്കാക്കണ്ട. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ പറയുന്ന നിയമം അനുസരിച്ചാണ് എനിക്കൊരു മതവുമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാളെ ഇവർ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രത്തിൽ നിന്ന് നാട് കടത്തി ഇന്ത്യയിലേക്ക് വന്നതാണ്. ഔദ്യോഗികമായി നാട് കടത്തിയതല്ല, അവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു വന്നതാണ്. സ്വീഡൻ എന്ന് പറയുന്ന രാഷ്ട്രമുണ്ട്, മൊത്തം ജനസംഖ്യയിലെ 33% ആളുകൾ അവർ മതമില്ല എന്ന് സർക്കാരിനോട് പ്രഖ്യാപിച്ച് എഴുതി കൊടുത്തവരാണ്. ആ രാജ്യം എന്നത് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഏറ്റവും വലിയ വികസിത രാഷ്ട്രങ്ങളിലൊന്നാണ് സ്വീഡൻ എന്ന സ്കാൻഡിനേവിയൻ രാഷ്ട്രം. ഇവിടെ അങ്ങനെയുള്ള ആളുകൾ ഹോണ്ട് ചെയ്യപ്പെടുന്നില്ലേ? അവരെ അടക്കം വേട്ടയാടപ്പെടുന്നില്ലേ? അഹമ്മദിയരെ വേട്ടയാടുന്നില്ലേ? അല്ലെ, അവിടെ നിന്ന് ഇത്തരത്തിൽ വരുന്നതിൽ ബഹായികളെ അത്തരത്തിൽ വരുന്നില്ലേ? ഇനി അതല്ല, ജൂതന്മാരുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 2 അനുച്ഛേദം 5 മുതൽ 11 വരെയുള്ള ആ അനുച്ഛേദങ്ങളാണ് ഈ പൗരത്വത്തെ സംബന്ധിച്ച് പറയുന്നത്. പൗരത്വത്തെ സംബന്ധിച്ചത് പറയുമ്പോൾ ഇന്ത്യയിൽ 2021 സെൻസസ് നടത്തിയിട്ടില്ല. നടത്തേണ്ടതാരാ? ഇന്ത്യ ഗവൺമെൻറ്റാണ്. മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റിനും അത് നടത്താൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തിട്ടുണ്ട് യൂണിയൻ ഗവൺമെൻറ്. സെൻസസ് ഓർ എനിത്തിങ് എക്കിൻ ടു സെൻസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നടത്താനായി കഴിയില്ല. 2011 സെൻസസ് വെച്ചുകൊണ്ട് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, നാഷണൽ സിറ്റിസൺസ് രജിസ്റ്റർ, ഈ പറയുന്ന ദേശീയ പൗരത്വ നിയമ ഭേദഗതി, ഇതെല്ലാം കൊണ്ടുവരുന്ന എന്തുദ്ദേശത്തിലാണ്? ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ചാൽ ഒരു ധ്രുവീകരണം നടത്താമെന്നുള്ളതാണ്. ആ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അത് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ, ഒരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ അത് ഒരിക്കലും അത് നമ്മുടെ കരുത്തല്ല. BJP കൈകാര്യം ചെയ്യുന്നത് ഇതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ എതിർക്കേണ്ടി വരുന്നത്. അല്ലാതെ അവരോട് ആരോടെങ്കിലും ഞങ്ങൾക്ക് വ്യക്തിപരമായി ഏതെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും എതിർപ്പല്ല, ശത്രുതയല്ല. കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം എന്നുള്ളത് ദാറ്റ് പൊളിറ്റിക്സ് ഈസ് ഡിവൈസീവ് പൊളിറ്റിക്സ്. അത് ഈ രാഷ്ട്രത്തിൻ്റെ സൈക്കിന്, അതിൻ്റെ ഫേബ്രിക്കിന് അത് അപകടകരമാണ്. ഭരണഘടനയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞാൽ, ഇപ്പോൾ ബസന്ത് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ആർട്ടിക്കിൾ 14 എന്നുള്ള അനുച്ഛേദം 14 എല്ലാവർക്കും ബാധകമാണ്. എനി പേഴ്സൺ ആർട്ടിക്കിൾ 15 മനസ്സിലായി. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഉയർന്ന വിഷയം നേരത്തെ അഡ്വക്കേറ്റ് വസന്ത് അടക്കം ഉന്നയിച്ചത് എന്തൊക്കെയോ ധാരണകൾ ഇവിടെ ഉണ്ട്. എന്തിനാണ് സംഘപരിവാർ CPM സംഘപരിവാറിന് വഴിവെട്ടി കൊടുക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരികയും ചെയ്തത്. ഇവിടെ BJP ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത് കൃത്യമായി പറയുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഒരു വിഷയം തന്നെയാണ്, ഏക സിവിൽ കോഡ് വിഷയം തന്നെയാണ്. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രധാനമന്ത്രി അത് ഓരോ ഘട്ടങ്ങളിലായി തെളിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രധാനമന്ത്രി അയോധ്യ പ്രശ്നമായി പറയുന്നു, അയോധ്യ പ്രതിഷ്ഠ രൂപീകരിച്ചതോടുകൂടി, അയോധ്യയിൽ പ്രതിഷ്ഠ, രാമൻ്റെ പ്രതിഷ്ഠ വന്നതോടുകൂടി ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് BJPയുടെ വിജയത്തിനുള്ള അസ്ഥിവാരം ഉറപ്പിച്ചു എന്ന തരത്തിലേക്കൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നം പൗരത്വ ഭേദഗതി നിയമം ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ വിഭജന രാഷ്ട്രീയം എന്ന് പ്രത്യക്ഷത്തിൽ പറയാതെ നിങ്ങൾ വിഭജന രാഷ്ട്രീയം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വിഷയവുമല്ല. ശ്രീ സജു, എന്റെ സുഹൃത്തുക്കൾ ഏതാണ്ട് അരമണിക്കൂർ ദീർഘമായി 2 ഘട്ടങ്ങളിലായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് പറയുന്നത് കേരളത്തിൽ BJPക്ക് സീറ്റുകൾ ലഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം BJPക്ക് രാഷ്ട്രീയ ശക്തിയില്ല എന്നുള്ള സൂചനയാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് 2 കാര്യങ്ങളെ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, BJP ശക്തി ആർജിക്കുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായും ഈ രാജ്യത്ത്
നഷ്ടമുണ്ടാകുന്നതും ഇല്ലാതെയാകുന്നതും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇത് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും BJPയുടെ സംഘടനാ ശക്തിയും BJP ശക്തമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റവും നടത്തുന്ന സ്ഥലങ്ങളിൽ ഇടതുപക്ഷം അതോടുകൂടി ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം സ്വീഡനെ കുറിച്ചും അതുപോലെ തന്നെ ലോകത്തെ പല രാജ്യങ്ങളെ കുറിച്ചും നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനവുമായി ഒന്ന് കൂട്ടിയിണക്കിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ചൈനയിലും റഷ്യയിലും അടക്കമുള്ള സോവിയറ്റ് യൂണിയൻ അടക്കം നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ ആ രാജ്യങ്ങളിൽ അവിടുത്തെ മതസംവിധാനങ്ങളോട് അവിടുത്തെ സമൂഹത്തോട് ആ ഭരണകൂടങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്നേക്കാൾ നന്നായി അറിയുന്ന ആളാണ് ശ്രീ സമ്പത്ത്. എനിക്ക് വായിച്ചുള്ള അറിവുള്ളൂ, ഒരു പക്ഷെ അദ്ദേഹം ആ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ ഇവിടുത്തെ മതസംവിധാനങ്ങളോടും അവിടുത്തെ സംവിധാനങ്ങളോടും എല്ലാം പുലർത്തിയിരുന്ന നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ശക്തി ആർജിച്ചതുകൊണ്ടാണോ കേരളം ഇങ്ങനെ നിലനിൽക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ള ആളുകൾ കേരളത്തിൽ വന്ന് സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും അടക്കമുള്ള ആളുകൾ, മന്നത്ത് പത്മനാഭൻ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ നിരവധി സമൂഹങ്ങളിൽപ്പെട്ടുള്ള ആളുകൾ, ഞാൻ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് യാതൊരു ജാതി മത ചിന്തയുമില്ലാതെ സമൂഹം വളരണമെന്ന് ചിന്തിച്ചിരുന്ന നിരവധിയായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ കേരളത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേരളം ഇതുപോലെ കാണുന്നത്. അവിടെയാണ് വസന്തിന്റെ പാർട്ടിയും ശ്രീ സമ്പത്തിന്റെ പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പാലക്കാടിനപ്പുറത്ത്, ഇനി വേണ്ട കർണാടകത്തിലേക്ക് കടന്നാൽ മംഗലാപുരത്തിനപ്പുറത്ത്, നമ്മൾ കന്യാകുമാരിയിലേക്കൊന്ന് കടന്നാൽ അവിടെയെല്ലാം ഇവരെങ്ങനെയാ മത്സരിക്കുന്നത്? BJPക്ക് എതിരായി ഒറ്റകക്ഷിയായി നിന്ന് മത്സരിക്കുന്ന ആളുകളാണ്. സീറ്റ് വിഭജനം നടത്തി സീറ്റുകൾ തീരുമാനിച്ച് രാഷ്ട്രീയപരമായി ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ്. കേരളത്തിൽ മാത്രം ചില വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായി മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ശ്രമം മാത്രമാണ്. പക്ഷെ എങ്കിൽ പോലും അവരുടെ മനസ്സ് BJPയെ പരാജയപ്പെടുത്തണം, BJP എവിടെയെങ്കിലും ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ്. ശ്രീ വസന്ത് സൂചിപ്പിച്ചത് രാജ്യത്തിന്റെ ഭരണഘടന അതിഭയങ്കരമായി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവരുടെ മാനിഫെസ്റ്റോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ മാനിഫെസ്റ്റോയുടെ ദേശീയ തലത്തിൽ ഇറക്കിയിട്ടുള്ള മാനിഫെസ്റ്റോയുടെ 22, 23 പേജുകളിലായി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു, കോൺഗ്രസ് ഭരണഘടനയെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് രാജ്യത്ത് എന്റെ സുഹൃത്ത് ശ്രീ സമ്പത്ത് അടക്കമുള്ള ആളുകൾ അവരതിനോട് യോജിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഓരോ ഘട്ടത്തിലും കോൺഗ്രസിന്റെ ഭരണകൂടങ്ങൾ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തെയും ഭരണഘടനയെയും തകർക്കാൻ വേണ്ടിയും അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇതിന്റെ അന്തസത്തയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഭരണകൂടങ്ങളാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പണാധിപത്യം പാർലമെന്റിനകത്ത് കൊണ്ടുവന്നത് ആരാണ്? നേരത്തെ ശ്രീ സമ്പത്ത് അതിന്റെ ഒരു വാചകത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു പോയി. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി പാർലമെന്റിനകത്ത് നോട്ടുകെട്ടുകൾ കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു കാലഘട്ടത്തിൽ, കോൺഗ്രസിന് ശക്തിയുള്ള കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു? അവരുടെ പ്രവർത്തനത്തെ ജനാധിപത്യപരമായി അംഗീകരിക്കുന്ന രാഷ്ട്രീയ മര്യാദ കോൺഗ്രസ് കാണിച്ചിരുന്നു? എല്ലാ പാർട്ടികളെയും രാഷ്ട്രീയപരമായി ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. എപ്പോഴെല്ലാം അധികാരം കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം. കോൺഗ്രസിന്റെ വക്താവ് സൂചിപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുന്നു. സുഹൃത്തെ, അന്വേഷണ ഏജൻസികൾ താങ്കളെ ചോദ്യം ചെയ്തില്ലല്ലോ, ഇവിടെ ഇരിക്കുന്ന സമ്പത്തിനെ ചോദ്യം ചെയ്തില്ലല്ലോ, കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ, കോൺഗ്രസിന്റെ മന്ത്രിമാർക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ലല്ലോ. അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് മന്ത്രിമാരാണെങ്കിലും ആരാണെങ്കിലും ചോദ്യം ചെയ്യും. അഴിമതി കാണിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കെജ്രിവാളിനെയാണല്ലോ ഇന്നിവിടെ മാതൃകയായി രണ്ടു കൂട്ടരും ഉയർത്തി കാണിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആരാ കൂടിയിരിക്കുന്നത്? ലാലു പ്രസാദ് യാദവാണ്. ലാലു പ്രസാദ് യാദവിനോടും കെജ്രിവാളിനോടും ഒപ്പം വരുന്നതുകൊണ്ടാണ് BJPക്കെതിരെ ജനാധിപത്യപരമായി നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതുപോലെ തന്നെ രാജ്യത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നു. എനിക്ക് ഇവരോട് രണ്ടു കൂട്ടരും ഇതിനകത്ത് എനിക്ക് കുറച്ച് വിയോജിപ്പുകളുണ്ട്. കൃഷ്ണദാസ്, ഈ അന്വേഷണ ഏജൻസികളെ ഇങ്ങനെ ദുരുപയോഗം, ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പോലും ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു സമീപകാലത്തോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യം രൂപപ്പെട്ടതിന് ശേഷമോ ഇങ്ങനെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പോൾ എന്താണ്, ഇഡിക്ക് പുറകെ ആദായ നികുതി വകുപ്പ് അടക്കം വരികയാണ്. അതവിടെ വിഷയം നിൽക്കട്ടെ. ഏതായാലും ഈ താങ്കൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട വസന്തുണ്ട്. വസന്ത് സിറിയക്ക്, നിങ്ങളുടെ മര്യാദകേടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായതെന്നാണ്
കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലെടുത്തത്, നിങ്ങൾ ഭരണഘടനയെ കൈകടത്താൻ ശ്രമിച്ചത് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് എത്തിച്ചേർന്നതെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. നിങ്ങളെടുത്ത നിലപാട്, നിങ്ങളുടെ രാഷ്ട്രീയ നൈതികത, നിങ്ങളുടെ മര്യാദയാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, ഞങ്ങളാണോ കാർഗിൽ യുദ്ധത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ശവപ്പെട്ടിയിൽ അഴിമതി നടത്തിയ ഞങ്ങളാണ്? അതിന്റെ പേരിൽ ആരോപണവും അന്വേഷണവും നേരിട്ടത് ഞങ്ങളാണോ? ഈ രാജ്യത്ത് ഇവരുടെ ഇപ്പോഴും 5 രൂപ മെമ്പർഷിപ്പ് ഉള്ള സത്യപാൽ മാലിക്കിന്റെ വാക്കുകളെ കടമെടുത്താൽ, ഇതുവരെ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഖണ്ഡിക്കാത്ത വാക്കുകളെ കടമെടുത്താൽ, പുൽവാമയിൽ പാവപ്പെട്ട ജവാന്മാരെ കൊലയ്ക്ക് കൊടുത്തത് ഞങ്ങളാണോ? ഈ രാജ്യം ഒട്ടുക്കും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തമിഴ്നാട്ടിലടക്കം 4 കോടി രൂപ ട്രെയിനിൽ നിന്ന് പിടിച്ചത് ഞങ്ങളുടേതാണോ? ഈ രാജ്യം ഒട്ടുക്കും വർഗീയ ചേരിതിരിവുണ്ടാക്കിയ ഞങ്ങളാണോ? ഗുജറാത്ത് കലാപം നടത്തിയത് ഞങ്ങൾ അല്ലല്ലോ. അപ്പോ ഭരണഘടനയെ നശിപ്പിക്കുന്ന കഥയ്ക്ക് ഞങ്ങളുടെ മേൽ ചാരുന്നതിന്റെ കൂടെ നിങ്ങൾ CPM കൂടി, ഇടതുപക്ഷം കൂടി അതിന് കൈയടിച്ചു കൊടുക്കുന്നതും ഗോഹ്വ വിളിക്കുന്നതും കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിമർശനം നടത്തുന്നത് നന്നായിരിക്കും. അല്ല, ഒരുപക്ഷെ സമ്പത്തിനോടാണ് ആ ചോദ്യം വസന്ത് ചോദിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തിനാണ് കൈയടിച്ചു കൊടുക്കുന്നത്? CPM എന്തിനാണ് കൈയടിച്ചു കൊടുക്കുന്നത്? അതെ സിജു, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ദി ഫാക്ട്സ് ഡു നോട്ട് സീസ് ടു എക്സിസ്റ്റ് ബിക്കോസ് ദേ ആർ ഇഗ്നോർഡ് എന്നുള്ളത്. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചത് കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ അല്ലാതാകുന്നില്ല. ഇവിടെ ഭരണഘടന പലപ്പോഴും ആ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് അപഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അതിൽ നിന്നുള്ള ആ അബ്രേഷൻസ് തിരുത്തിയാണ് മുന്നോട്ട് പോകാൻ. അപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇവരിങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്, പുറകിലോട്ടല്ല പോകേണ്ടത്. ഈ പഴയ ചെന്നായിൻ്റെ ന്യായമൊക്കെ BJP പറയുന്നത് ശരിയല്ല. നീ അല്ലെങ്കിൽ നിൻ്റെ പിതാവ് ഇവിടെ കുളം കലക്കി, എൻ്റെ ഈ വെള്ളം കലക്കിയില്ല, എനിക്ക് കുടിക്കാനുള്ള വെള്ളമാണ് നിൻ്റെ അച്ഛൻ വന്ന് പണ്ട് കലക്കിയത് എന്ന് പറഞ്ഞിട്ട് ചെന്നായ ഈ താഴെ നിന്ന് വെള്ളം കുടിക്കുന്നതായിട്ടുള്ള ആട്ടുംകുട്ടിയെ തിന്നാനുള്ള കൊതി കൊണ്ട് അതിനെ ഈ കടിച്ചു കീറാൻ ഇങ്ങനെ ഒരു ന്യായം പറയുന്നത് പോലെ അത് പറയുന്നത് ശരിയല്ല. ഇന്ന് നമ്മുടെ ഈ ഗവർണർമാരുടെ ആ പദവികളുണ്ടല്ലോ, ഒരു ഗൂബർണറ്റോറിയൽ പോസ്റ്റ് എന്നൊക്കെ ഞങ്ങൾ വക്കീലന്മാർ പറയും, അതിൻ്റെ ഒരു ബംഗ്ലാമോണിയൊക്കെ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ വല്ലാതെ ഈ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ മുട്ടകളിടാനുള്ള അതിൻ്റെ ഒരു കേന്ദ്രമായി അത് മാറുകയും ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കാനുള്ള ഒരു ഉപകരണമായി ഗവർണർമാരൊക്കെ മാറുകയും ഒക്കെ ചെയ്യുക, അതിൻ്റെ കീഴിൽ അതൊരു വലിയ വിഷയം തന്നെയാണ് ഡോക്ടർ സമ്പത്ത്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ഇത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. BJPയുടെ ഇടപെടൽ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതടക്കം പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത. അഡ്വക്കേറ്റ് വസന്ത്, താങ്കൾ നേരത്തെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ BJP ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ച്, അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതടക്കമുള്ള ആർട്ടിക്കിൾ 13, 16 മുതലുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തുന്ന ഏത് ഭീഷണിക്കെതിരെയാണ് മുദ്രാവാക്യം മുഴക്കുന്നത്? ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് തേടുന്നത് ഏത് പ്രശ്നം ഉയർത്തിയാണ്? അല്ല, വളരെ കൃത്യമാണല്ലോ. ഒരു പരാതി എനിക്ക് പറയാനുള്ളത്, അങ്ങേപോലെ ഒരു സീനിയർ ജേർണലിസ്റ്റിന്റെ ചർച്ചയിൽ എനിക്ക് 1 മിനിറ്റ് പോലും തികച്ചു പറയാൻ നൽകിയിട്ടില്ല എന്ന പരാതി വളരെ വിഷമത്തോടു കൂടി ഞാൻ പറയാണ്. ജൂനിയേഴ്സ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പോട്ടെ എന്ന് വെക്കാം, അങ്ങേപ്പറയുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റിന്റെ ചർച്ചയിൽ എന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഇനി ഇതേലും പറയാൻ എനിക്ക് 1 മിനിറ്റ് നൽകണം, 1 മിനിറ്റ് മിനിമം. കാരണം ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ പ്രകടന പത്രികയുടെ ആകെ തുക ഈ സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകൺവൻസി, അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇവിടുത്തെ വിലക്കയറ്റം, ഈ രാജ്യത്ത് യുവാക്കൾക്ക് തൊഴിലില്ലായ്മ നിരക്കിന്റെ റേറ്റ് കുതിച്ചുയരുന്ന അടക്കം, ഇവിടെ നിന്നുണ്ടാവുന്ന ജനറേഷൻ ഷിഫ്റ്റ് 36%. ഇവിടെ പഠനം കഴിഞ്ഞ് കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അടക്കം, പെട്രോൾ, ഡീസൽ, LPG വില അടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തിന് കോൺഗ്രസ് സംഭാവന ചെയ്ത, വളരെ കൃത്യമാണ്, ഐ ആം അണ്ടർലൈനിങ് ദാറ്റ് വേർഡ്, ഈ രാജ്യത്തിന് കോൺഗ്രസ് സംഭാവന ചെയ്ത ഈ രാജ്യത്തിന്റെ നാഡീ ഞരമ്പായ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്യുലർ നേച്ചറിനെതിരായിട്ടുള്ള കടന്നുകയറ്റം, സംഘപരിവാർ ആക്രമണം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഉണ്ടാക്കിയിരിക്കുന്ന പോറലുകൾ, അത് മുഴുവൻ എന്ത് ചെയ്യും? ഞങ്ങൾ ഡീമാർജിനലൈസ് ചെയ്യും, അതിനെ മുഴുവൻ തിരുത്തി കുറിക്കും, അതിനെ മുഴുവൻ ആ പോറലുകളെ, ആ മുറിവുകളെ ഉണക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് രാജ്യമൊട്ടുക്കും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോഡോ യാത്രയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് നടപ്പിലാക്കുകയും ചെയ്യും. 2024 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ അത് നടപ്പിലാക്കി കാണിക്കാൻ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ മതനിരപേക്ഷ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അഡ്വക്കേറ്റ് വസന്ത്,
കാരണം നിങ്ങൾ പല ഘട്ടങ്ങളിലും എടുത്ത നിലപാടുകൾ നിങ്ങളുടെ ഇതിനോടുള്ള ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തതാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ നിങ്ങൾ വയനാട്ടിൽ നടത്തിയ വളരെ കൃത്യമായി നിങ്ങളുടെ കൂടെയുള്ള ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ UDF ഇതാ ഞങ്ങളുടെ കൂടെ ഘടകകക്ഷിയാണെന്ന് പറയാൻ പോലും ആർജവമില്ലാത്ത തരത്തിലേക്ക് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ബോധം, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് താഴ്ന്നു പോയില്ലേ? നിങ്ങൾ അവിടുത്തെ എവിടെ എടുത്ത നിലപാട് അതുതന്നെയാണ്. ഹിന്ദുത്വത്തിൻ്റെ വോട്ട് ബാങ്കിലാണ് നിങ്ങളുടെയും കണ്ണ്. ആ BJP മുന്നോട്ട് വെക്കുന്ന വിഭജന രാഷ്ട്രീയം തന്നെയാണ് നിങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അത് ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും നിലപാട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ ആ ബോർഡിനകത്ത് കൃത്യമായി പൗരത്വ നിയമ ഭേദഗതി പറയുകയും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുകയും എന്നാൽ പ്രകടന പത്രികയിൽ പറയാതിരിക്കുകയും ചെയ്ത കൃത്യമായൊരു നിലപാടില്ല. മാത്രമല്ല ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. VD സതീശൻ വളരെ കൃത്യമായി നിരന്തരം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ് CAA അത് കേന്ദ്രം നടപ്പാക്കിയ ഒരു നിയമമാണ്, അതെങ്ങനെയായാലും നടപ്പിലാക്കി ഒരു സംസ്ഥാനത്തിന് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു വിശ്വാസം കൊടുക്കാൻ പോലും ഒരു ആശങ്കയിലാകുന്ന ഒരു സമുദായത്തിന് വിശ്വാസം കൊടുക്കാനും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടെന്ന് പറയാൻ പോലുമുള്ള ആർജവം പോലും കാണിക്കാത്ത അത് തന്നെയാണ് ചോദ്യപ്പെടുന്നത്. അങ്ങനെയല്ലേ അഡ്വക്കേറ്റ് സമ്പത്ത്? ഒരിക്കലുമല്ല. ശ്രീ സമ്പത്ത് ഒരു മിനിറ്റ് ഡോക്ടർ സമ്പത്ത് എന്നോട് അതിൻ്റെ അകത്ത് വിയോജിക്കില്ല. കാരണം കേന്ദ്രം നടപ്പിലാക്കിയ നിയമം പിൻവലിക്കണമെങ്കിൽ കേന്ദ്രം തന്നെ വിചാരിക്കണം. അതിന് കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെന്റ് വരണമെന്നാണ് VD സതീശൻ ഉദ്ദേശിച്ചത്. അല്ല കേരളമോ ബംഗാളോ ത്രിപുരയോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അത് സാധാരണക്കാർക്ക് മനസ്സിലാവും, ഡോക്ടർ സമ്പത്തിന് മനസ്സിലാവും. അങ്ങേക്ക് മനസ്സിലാവാത്ത എന്താണ് എന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കത്തിന്റെ അത് എനിക്ക് തോന്നുന്നു ഇവിടെ രാജ്യത്ത് ഒരുപക്ഷെ സമ്പത്ത് ഒരുപക്ഷെ CPM ഇത് മനസ്സിലായി കാണത്തില്ല. സമ്പത്ത് താങ്കളോടാണ് ചോദ്യം. CPM ഇത് മനസ്സിലായി കാണാതെ താങ്കൾ താങ്കളുടെ പാർട്ടി CA നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ലേബർ കോഡുകൾ പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തു ഇന്ത്യ ഗവൺമെന്റ്, BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആ ലേബർ കോഡുകൾ കേരളത്തിൽ നടപ്പാക്കുന്നില്ല. കൂലി അടിമ സമ്പ്രദായം, പഴയ അടിമ ഉടമ സമ്പ്രദായത്തിൻ്റെ പുതിയ പതിപ്പായി അത്തരത്തിൽ ആ ലേബർ കോഡുകൾ കൊണ്ടുവന്നത് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ കാർഷിക ബില്ലുകൾ പഴയ ഓർഡിനൻസുകൾക്ക് പകരം കൊണ്ടുവന്നത് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MP-മാരെ അടക്കം CPM-ൻ്റെ MP-മാരെ അടക്കം ആ തണുപ്പത്ത് സസ്പെൻഡ് ചെയ്ത് 4-5 ദിവസക്കാലം അവർ പുറത്ത് സത്യാഗ്രഹം ഇരുന്നു, ഓർമ്മയില്ലേ? അതിനിടയിലാണ് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കുന്നതിനേക്കാൾ ലാഘവത്തിലാണ് ലേബർ കോഡുകൾ നടപ്പാക്കാനായിട്ട് ബില്ല് പാസ്സാക്കിയെടുത്തതും രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പുവെച്ചതും. ഈ കേരളത്തിൽ ആ ലേബർ കോഡുകൾ നടപ്പാക്കിയിട്ടില്ല. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ രാജസ്ഥാൻ വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് ആദ്യം നടപ്പാക്കാൻ തീരുമാനിച്ചത്. അറിയണം, നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയത് മാത്രമല്ല, നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ്. അത് താങ്കൾ ലേബർ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അഡ്വക്കേറ്റ് വസന്ത് വളരെ പെട്ടെന്ന്, സമയപരിമിതിയുണ്ട്, വളരെ പെട്ടെന്ന് ഒരു ചെറിയ സമയത്തിനുള്ളിൽ താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾക്ക് അവതരിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിലെ വിഷയത്തെ പറ്റിയാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയം എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. കേന്ദ്രത്തിൽ ഗവൺമെന്റ് വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് വരികയും ചെയ്യും. അതിൽ CPM-ന് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട, കോൺഗ്രസിന് വിശ്വാസമുണ്ട്. കോൺഗ്രസ് രാജ്യത്ത് മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ മതേതര ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ നശിപ്പിച്ച എല്ലാ നിയമങ്ങളും പിൻവലിക്കുകയും ചെയ്യും. സംശയമൊന്നും വേണം. ശ്രീ കൃഷ്ണദാസ്, താങ്കൾക്ക് പറയും ഈ സെക്യുലർ ഫാബ്രിക്കിനെ നശിപ്പിച്ച എല്ലാ നിയമങ്ങളും കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീ സജു, ഏതാണ്ട് 45-50 വർഷക്കാലത്തെ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ ഫലമാണല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോലും വരാനുള്ള അംഗസംഖ്യ ലഭിക്കാത്ത രീതിയിലേക്ക് കോൺഗ്രസ് മതപ്പതിച്ചു പോയിട്ടുള്ളത്. ജനങ്ങളല്ലേ അവർക്ക് ആ തിരിച്ചടി നൽകിയിട്ടുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 2 സംസ്ഥാനങ്ങൾ നിരന്തരമായി കയ്യിൽ വർഷങ്ങളോളം വരുന്ന 2 സംസ്ഥാനങ്ങൾ, ആ 2 സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായ സംസ്ഥാനങ്ങൾ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ ജനങ്ങൾ പുറത്താക്കും. അങ്ങനെ പുറത്താക്കപ്പെട്ടവരാണ് ബംഗാളിലും ത്രിപുരയിലും അതുപോലെ തന്നെ രാജ്യത്തും കോൺഗ്രസ് അടക്കമുള്ള ഇടതുപക്ഷവും കോൺഗ്രസും. അതുകൊണ്ടല്ലേ ജനങ്ങളാൽ നിഷ്കാസിതരായിരിക്കില്ല അവര്. അപ്പൊ ജനങ്ങൾ അവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെ BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളയാണ്. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന ഏത് സർക്കാരുകളും നിലം പൊത്തുക തന്നെ ചെയ്യും. അത് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇനിയും വരുന്ന കാലങ്ങളിലും അക്കാര്യങ്ങൾ തന്നെ കാണപ്പെടും എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്. ഏതായാലും അഡ്വക്കേറ്റ് വസന്ത് പറഞ്ഞു വെക്കുമ്പോൾ
പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ ഒരിക്കൽ കൂടി വ്യക്തമായി അദ്ദേഹത്തിൻ്റെ നേതാവ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ കേന്ദ്രം പറഞ്ഞ ഒരു നിയമം സംസ്ഥാനത്തിന് നടപ്പാക്കിയേ പറ്റും, അതുകൊണ്ട് പ്രകടന പത്രികയിൽ പറയുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ സമ്പത്ത്, അഡ്വക്കേറ്റ് വസന്ത് സ്കറിയ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്.